തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയുടെ ടിവിക്ക് പുതിയൊരു ചരിത്രമെഴുതുമ്പോൾ പ്രശംസയുമായി നടനും തിരക്കഥാകൃത്തുമായ റോണി ഡേവിഡ്. 200 കോടി ശമ്പളം കൈപ്പറ്റുന്ന ആൾ ഇനി ഭരണം കൈപ്പറ്റുമ്പോൾ അഴിമതിയുണ്ടാകില്ല എന്നാണ് റോണി ഡേവിഡ് കുറിച്ചത്. പ്രചാരണവേളയിൽ DMKയെ കടന്നാക്രമിക്കുമ്പോൾ ഈ മനുഷ്യന് ഈ ധൈര്യം എങ്ങനെ വന്നു എന്ന് പലകുറി ചിന്തിച്ചിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ സാമ്പത്തിക സ്രോതസ് ഒരു പരിധിവരെ വിജയ് സിനിമകളാണ് എന്ന് പ്രതിയോഗികൾ വരെ സമ്മതിക്കുമെന്നും റോണി ഡേവിഡ് കുറിച്ചു. എക്സിറ്റ് പോളുകളെയെല്ലാം കാറ്റിൽ പറത്തുന്ന മുന്നേറ്റമാണ് വിജയുടെ TVK നടത്തിയത്. 234-ൽ 108 സീറ്റുകളിലാണ് വിജയുടെ TVK മുന്നേറുന്നത്. AIADMK സഖ്യം 65 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുമ്പോൾ DMK സഖ്യം 61 സീറ്റുകളുമായി മൂന്നാം സ്ഥാനത്താണ്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMK അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിൻ കൊളത്തൂർ മണ്ഡലത്തിൽ അപ്രതീക്ഷിത പരാജയം നേരിട്ടു. TVK സ്ഥാനാർത്ഥി VS ബാബുവാണ് സ്റ്റാലിനെ അട്ടിമറിച്ചത്. 2021-ൽ 70,000-ത്തിലധികം വോട്ടുകളുടെ വമ്പൻ ഭൂരിപക്ഷത്തിന് വിജയിച്ച മണ്ഡലത്തിലാണ് ഇത്തവണ സ്റ്റാലിൻ അടിതെറ്റി വീണത്. മുഖ്യമന്ത്രി തന്നെ പരാജയപ്പെട്ടത് തമിഴ്നാട് രാഷ്ട്രീയത്തെയും DMK കേന്ദ്രങ്ങളെയും രാജ്യത്തെയും ഒരുപോലെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. തിരഞ്ഞെടുത്ത ചരിത്രത്തിൽ സ്റ്റാലിൻ നേരിടുന്ന 4ാമത്തെ തോൽവിയാണിത്. സ്റ്റാലിന്റെ പഴയ വിശ്വസ്തനും DMK മുൻ MLAയുമാണ് VS ബാബു. 2011-ൽ കൊളത്തൂരിൽ സ്റ്റാലിൻ മത്സരിക്കുമ്പോൾ മണ്ഡലത്തിന്റെ തിരഞ്ഞെടുപ്പ് ചുമതലക്കാരനായിരുന്നു അന്ന് DMK വടക്കൻ ചെന്നൈ സെക്രട്ടറിയായിരുന്ന ബാബു. എന്നാൽ സ്റ്റാലിന്റെ ഭൂരിപക്ഷം 2700-ആയി കുറഞ്ഞതോടെ ബാബുവിനെ പദവിയിൽ നിന്ന് നീക്കിയിരുന്നു. സ്റ്റാലിന്റെ അനിഷ്ടത്തെ തുടർന്ന് DMK വിട്ട് AIADMKയിൽ ചേർന്ന ബാബു ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വിജയുടെ പാർട്ടിയിലെത്തിയത്.